കോർപ്പറേറ്റ് വൽക്കരണം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? കോർപ്പറേറ്റ് മീഡിയ രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ട് തുടങ്ങിയത് ഒരു സംശയം എനിക്കില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷമാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ രാഷ്ട്രീയം പറയും. രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഗുജറാത്ത് കലാപം ഉണ്ടായാൽ BJPക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. TP ചന്ദ്രശേഖരൻ കൊലപാതകം ഉണ്ടായാൽ നിങ്ങൾ നിലപാടെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. എന്നും ഞാൻ എഴുന്നേറ്റ് CPMന് അനുകൂലമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നെ റിജക്ട് ചെയ്യും. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ വ്യൂവർ ബിക്കോസ് ഹി ഓർ ഷീ ഈസ് ഇന്റലിജന്റ് ദാൻ യു. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ യു വിൽ ബി റെസ്പെക്റ്റഡ്, യു വിൽ ബി റെക്കഗ്നൈസ്ഡ്, യു വിൽ ബി അപ്രീഷിയേറ്റഡ്, യു വിൽ ബി റെസ്പെക്റ്റഡ്. നിങ്ങൾ ഒരാളും മാപ്ര എന്ന് വിളിക്കില്ല. ഞാൻ ഈ ഭക്ഷണം കഴിച്ചത്, ഞാൻ നല്ല വസ്ത്രമിട്ടത്, നല്ല യാത്രകൾ ചെയ്തത് ഒക്കെ ഈ പറയുന്ന ഈ തൊഴിലുകൊണ്ടാ. അപ്പം അതിൻ്റെ ഒരു വലിയ നന്ദിയുണ്ട് എനിക്ക്. ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു സെറ്റപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് വൽക്കരണം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? കോർപ്പറേറ്റ് വൽക്കരണം മീഡിയയുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാനൽ ഓൺ ചെയ്യുന്നത് ആരാണ്? അംബാനിയാണ്, അല്ലെ? മുകേഷ് അംബാനിയാണ്. ന്യൂസ് 18 നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് 10-20 ചാനലുകളുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. ഛത്തീസ്ഗഡ് വരെയുണ്ട് കേട്ടോ. ഇപ്പം ഈ പറയുന്ന ന്യൂസ് 8ന്റെ ചാനൽ. അപ്പം ഞാൻ ഛത്തീസ്ഗഡ് മോശം സംസ്ഥാനമാണെന്നുള്ള നിലയ്ക്കല്ല, അവിടുത്തെ ഈ ടെലിവിഷൻ വ്യൂവർഷിപ്പ് ഒക്കെ വളരെ കുറവാണ്. എന്നിട്ട് പോലും അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ അവർ ഇത്തരത്തിലുള്ള ചാനലുകൾ റൺ ചെയ്യുന്നത് ഈ പറയുന്ന ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി വന്നതിന് ശേഷം ആഫ്റ്റർ 2014 ഇന്ത്യൻ മീഡിയ എന്ന് പറയുന്നത് ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് നമ്മൾ വന്നല്ലോ. അതിന് പല ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ NDTV പോലെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ അവർക്കെതിരെ ട്രേഡ് ഉണ്ടാവുക. അവസാനം പ്രണോയ് റോയ്ക്ക് അത് വിറ്റിട്ട് പോകേണ്ടി വന്നല്ലോ. അതാരാ വാങ്ങിയത്? NDTV ആരാ വാങ്ങിയത്? അദാനിയാണ് വാങ്ങിയത്, അല്ലേ? എത്ര എഡിറ്റർമാർ പുറത്താക്കപ്പെട്ടു. ഇപ്പം നമ്മുടെ പരഞ്ജോയ് ഗുഹാത്ത കൂർത്ത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ്. EPW എന്ന് പറയുന്ന ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയുടെ എഡിറ്ററായിരുന്നു. അദാനി പവർ ലിമിറ്റഡിന് കേന്ദ്ര സർക്കാർ നൽകിയ അനധികൃതമായ 500 കോടി രൂപയെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് തകൂർത്ത അച്ചടിക്കുന്നു. രണ്ടാമത്തെ ആഴ്ച തകൂർത്ത പുറത്തായി. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ബോബി എന്ന് പറയുന്ന എഡിറ്റർ, ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ആ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് അയാളെ പുറത്താക്കി. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അയാൾ ഹിന്ദുസ്ഥാൻ ടൈംസിലൊരു ഡിജിറ്റൽ നെറ്റ്വർക്കിംഗ് കൂടി നടത്തിയിരുന്നു. അതായത് ഈ ഇന്ത്യയിലുണ്ടാകുന്ന ഹെയ്റ്റ് സ്പീച്ചസ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹെയ്റ്റ് ക്രൈംസ്, മോബ് ലിഞ്ചിങ്, പശു പ്രശ്നം, ഇതെല്ലാം കൂടി വെച്ചിട്ട് അയാൾ ഒരു ഹെയ്റ്റ് ട്രാക്കർ ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഇതുണ്ടാക്കിയതിന് ശേഷം ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ബർജാത്തിയ അവരുമായിട്ട് നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്റർ പുറത്താക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കോർപ്പറേറ്റ് മീഡിയ രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ട് തുടങ്ങിയത് ഒരു സംശയം എനിക്കില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷമാണ്. അത് എന്താ പറയുകയെന്ന് വെച്ചാൽ ആ ഭരണം മാധ്യമങ്ങളെ ഒട്ടും തന്നെ ജനാധിപത്യമല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചതോടുകൂടി സ്വാഭാവികമായിട്ടും അത് ആ വഴിക്ക് പോയി. പക്ഷെ അവിടെ ബാബു ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഒരു മാധ്യമം മാത്രമല്ല, മാധ്യമമാണ്, ഞാനിപ്പോൾ ഒരു പത്രം മാത്രമാണ് നടത്തുന്നതെങ്കിൽ എനിക്ക് എതിരായിട്ട് വരുന്ന കേസുകളൊക്കെ എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. പക്ഷെ ഞാൻ പത്രത്തിൻ്റെ കൂടെ കശുവണ്ടി ഫാക്ടറി നടത്തുന്നു, ഞാൻ ടെലിവിഷൻ ചാനലിലൂടെ എന്താ പറയുക ചെമ്മീൻ കയറ്റുമതി നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു മൾട്ടി ബിസിനസ് ഏരിയയുടെ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മാധ്യമത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് പലപ്പോഴും എന്താ പറയുക അത് ലംഘിക്കപ്പെടും. നമ്മളെ പിടിക്കാൻ പറ്റും. അത് വരുമ്പം ഈ പറയുന്ന സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കോർപ്പറേറ്റുകൾ വന്നിട്ട് നമ്മളെ സ്വാധീനിക്കും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകൾ കൊടുക്കേണ്ടി വരും. പക്ഷെ മീഡിയ ഹൗസസ് ഉണ്ടല്ലോ, മറ്റ് വ്യവസായങ്ങളിലേക്ക് പോകാത്ത മീഡിയ ഹൗസസ്, അതിന് കുറേയൊക്കെ പിടിച്ചു വയ്ക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും ആ മീഡിയ ഹൗസിൽ അതിൻ്റെ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ തന്നെ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമില്ല, അവരുടേതായിട്ടുള്ള ചേരികളുണ്ടല്ലോ. അത് തെറ്റല്ല, ആ ചേരികൾ ഉണ്ടാകുന്നത് തെറ്റല്ല. കുറഞ്ഞപക്ഷം രാഷ്ട്രീയമാണല്ലോ, ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചേരിയാണല്ലോ നമ്മൾ പിടിക്കുന്നത്, ഏതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചേരികളല്ല. അൺഫോർച്ചുനേറ്റ്ലി കോർപ്പറേറ്റ് മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ സ്വാധീനിക്കേണ്ടത്. അതും നേരത്തെ ബാബു ചോദിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ വ്യൂവർ ബിക്കോസ് ഹി ഓർ ഷീ ഈസ് ഇന്റലിജന്റ് ദാൻ യു. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരെ ഒരിക്കലും നിങ്ങൾ നിസ്സാരരായി കാണരുത്. അവർ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ അറിവുള്ള, നിങ്ങളെക്കാൾ ഇൻഫർമേഷൻസ് ഉള്ള ആളുകൾ തന്നെയാണ്. നിങ്ങളെക്കാൾ കൂടുതൽ പത്രം വായിക്കുന്ന ആളാണ്.
നിങ്ങൾ ഒരു പത്രമേ വായിക്കുന്നുള്ളതെങ്കിൽ 4 പത്രം വായിക്കുന്ന ആളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ചാനലേ കാണുന്നുള്ളെങ്കിൽ 5 ചാനലുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യൂവർ. അതുകൊണ്ട് നിങ്ങളൊരു പൊട്ടത്തരം പറഞ്ഞാലും നിങ്ങളൊരു മണ്ടത്തരം പറഞ്ഞാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ അയാൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഏതെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാലും നിങ്ങളെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കോർപ്പറേറ്റ് സ്വാധീനം ഉറപ്പായിട്ടും മാധ്യമങ്ങളിലുണ്ട്. ആ സ്വാധീനമുള്ള മാധ്യമങ്ങളെ മലയാളികൾ നന്നായി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, പശുപാല് പൂക്കുമ്പോൾ അറിയാം എന്ന് പറയുന്ന ഒരു പഴയ തിയറി മലയാളിക്ക് എപ്പോഴേ ഉണ്ട്. അപ്പോൾ ആ മലയാളിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. പക്ഷെ കേരളം ഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് നമ്മുടെ ഈ ജനതയുടെ ഒരു കരുത്തെന്ന് പറയുന്നത് അവരിതൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളെ സ്വയം കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥമാകുന്നു എന്നുള്ളതാണ്. വി ആർ പ്രഷറൈസ്ഡ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു സംശയം വേണ്ട കേട്ടോ, നല്ല മാധ്യമങ്ങളാണ്. വെൻ കമ്പയറിംഗ് വിത്ത് അതർ മീഡിയാസ് വലിയ രീതിയിൽ ഇപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വാർത്ത ശരിയാണോ എന്നറിയാൻ ഒരു ടെലിവിഷൻ ചാനലിലേക്ക് വരണമെന്നേ, അത് സോഷ്യൽ മീഡിയ അല്ല നിങ്ങൾക്ക് തരുന്നത്. ഇഫ് യു വാണ്ട് ടു കൺഫേം എ ന്യൂസ്, either you should read a newspaper or you should watch a television channel. Still we are holding some എന്താ പറയുക ഒരു സം ഇൻഫ്ലുവൻസ് നമുക്കിപ്പോഴും പറ്റുന്നുണ്ട്. ബട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മലയാളം ന്യൂസ് റിപ്പോർട്ടിങ്ങിന്റെ ശൈശവാവസ്ഥ തൊട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. കാലം മാറി ഡിജിറ്റൽ മേഖലയിലേക്ക് മാധ്യമങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിജിറ്റൽ മീഡിയ മേധാവി കൂടിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് താങ്കൾ. അപ്പോൾ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലത്ത് സാമ്പ്രദായിക മാധ്യമങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നത്? വലിയ ചലഞ്ചായിട്ടുള്ള ഒരു വിഷയമാണിത്. ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ബൂം തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ആദ്യം ഈ പറയുന്ന കണക്ക് ഒരു DSNG കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സത്യം പറയാമല്ലോ. അപ്പോൾ 1998 ഞങ്ങൾ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പം ഈ പ്രധാനപ്പെട്ട ചില ചാനലുകൾക്കാണ് DSNG ആകെയുള്ളത്. DSNG എന്ന് പറഞ്ഞാൽ തത്സമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കൊതിയോടുകൂടി നോക്കും DSNG ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്താണ് ഒരു DSNG വരിക എന്ന്. എന്നിട്ട് ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ മനുഷ്യർക്കും സ്വന്തമായൊരു DSNG ഉള്ള കാലം വരും എന്ന് ഞങ്ങൾ കളിയാക്കി പറയായിരുന്നു. ഇന്ന് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു DSNGയേക്കാളും വലിയ സാധ്യതയുള്ള, തത്സമയം നിങ്ങൾക്ക് എവിടെ നിന്നിട്ടും ആളുകളോട് സംസാരിക്കാം, ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ എവറി മാൻ ഓർ വുമൺ ഹാസ് ബിക്കം എ മീഡിയ എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഒരു മീഡിയ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ മീഡിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു 4 മന്ത്രിമാർ അവരുടെ വണ്ടിയിൽ ആ സമയത്ത് അതിലെ കൂടി പാസ് ചെയ്തിരുന്നു. ഒരു പാലം കടക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പോലീസുകാർ പാലത്തിൻ്റെ 2 സൈഡും ബ്ലോക്ക് ചെയ്തു. ഈ 4 മന്ത്രിമാരുടെ വാഹനം കടന്നതിന് ശേഷമാണ് ഈ ട്രാഫിക് വിട്ടത്. അത് വലിയ ട്രാഫിക് കുരുക്കുണ്ടാക്കി. ആ സമയത്ത് എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജിൽ പറയുന്നത് 4 മന്ത്രിമാരുടെ യാത്ര മൂലം ഇന്ന സ്ഥലത്തൊരു വലിയ ഗതാഗത കുരുക്ക്. അത് വാർത്തയാണല്ലോ. ഇന്ന സ്ഥലത്ത് ഗതാഗത കുരുക്ക്, അതൊരു വാർത്തയാണ്. അത് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അടുത്തൊരു വരി കൂടിയുണ്ട്, ജനാധിപത്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ആദ്യം ജനപ്രതിനിധികൾ പിന്നെ ആകട്ടെ ജനങ്ങൾ. ഇതൊരു വരിയാണ്, എന്നെ ഹോണ്ട് ചെയ്ത വരിയാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ആദ്യം ജനപ്രതിനിധികൾ പിന്നെ ആകട്ടെ ജനങ്ങൾ. ഇവിടെ വാർത്ത പറയുക മാത്രമല്ല, വാർത്തയുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായവും പറഞ്ഞു. പിന്നെ മീഡിയയ്ക്ക് പ്രസക്തിയില്ല, നിങ്ങളുടെ ലെഗസി മീഡിയയ്ക്ക് പിന്നെ ഒരു പ്രസക്തിയില്ല. കാരണം വെച്ചാൽ ന്യൂസ് ഈസ് റിപ്പോർട്ടഡ്, അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഒരു അനാലിസിസും വന്നു കഴിഞ്ഞു. ഈ രീതിയിലാണ് ഇപ്പം മനുഷ്യർ അവരുടെ ഈ പറയുന്ന മൊബൈൽ ഫോണിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, സ്മാർട്ട് ഫോണിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴും ഒരു ഗേറ്റ് കീപ്പർ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ. ഇപ്പോഴും ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. നമ്മളിപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കുന്നത്? അവർ തന്നെ കളിയാക്കുന്നു, ജനങ്ങൾ തന്നെ കളിയാക്കുന്നു. എന്തുകൊണ്ടാണ്? അതിന് വിശ്വാസ്യതയില്ല. എന്തെല്ലാം വാർത്തകളാണ് ഫേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ പൊളിറ്റിക്കലി തന്നെ എത്ര വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, എത്ര വാർത്തകൾ പ്ലാൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സോഷ്യൽ മീഡിയയ്ക്ക് ലെഗസി നമ്മുടെ നിലവിലുള്ള പത്രങ്ങളെയും ടെലിവിഷൻ ചാനലിനെയൊക്കെ ലെഗസി മീഡിയ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അതൊരു വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ട്രഡീഷണൽ മീഡിയയുടെ ഒരു മാർക്കറ്റായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ വിശ്വാസ്യതയുള്ള ആളുകളാകണം, നിങ്ങൾ കൂടുതൽ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളാകണം. നിങ്ങൾ ഓൺ എയർ വന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകണം. ആ പറയുന്നത് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പുതുതായിട്ടൊന്ന് കിട്ടണം. അങ്ങനെയൊക്കെ ഒരു എഡ്യൂക്കേറ്റിംഗ് പർപ്പസ് കൂടി ഈ കാര്യത്തിലുണ്ടാകണം. നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ പറയുന്നതിനകത്ത് പൂർണ്ണമായ വിശ്വാസ്യത നിങ്ങൾ ഉറപ്പാക്കണം. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പം വാർത്ത പറഞ്ഞ് നിങ്ങൾക്ക് ആളുകളുടെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. ഇതായിപ്പം നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ അറിയിപ്പുണ്ടായിരിക്കുന്നു, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ആ വാർത്തകളുടെ പ്രാഥമികമായ റിപ്പോർട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് നിലനിൽക്കാനേ കഴിയില്ല. മറിച്ച് ഈ വാർത്തകൾ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക,
നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥമാണ്. പ്ലസ് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷനും 100% സത്യസന്ധമായിരിക്കണം എന്നുള്ളത് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ യു വിൽ ബി റെസ്പെക്റ്റഡ്, യു വിൽ ബി റെക്കഗ്നൈസ്ഡ്, യു വിൽ ബി അപ്രീഷിയേറ്റഡ്, യു വിൽ ബി റെസ്പെക്റ്റഡ്. നിങ്ങൾ ഒരാളും മാപ്ര എന്ന് വിളിക്കില്ല. അക്കാര്യത്തിന് എനിക്ക് ഉറപ്പാണ്. പണ്ട് തൊട്ടേ ഈ മേഖലയിലുള്ള ഒരാളാണ് താങ്കൾ. അപ്പോൾ ഈ മാറിയ കാലത്ത് ഇപ്പോൾ AR, VR, XR തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ വന്ന് ന്യൂസ് റീഡിംഗ് എന്ന് വിട്ടൊരു പ്രസന്റേഷനായി മാറിക്കഴിഞ്ഞ കാലത്ത് ഒരു ന്യൂസ് പെർഫോമർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എങ്ങനെയാണ് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്? തിരുവനന്തപുരത്ത് ഈ വളരെ കൗതുകത്തോടെ ദൂരദർശൻ്റെ വണ്ടി പോകുന്നത് കാണുമായിരുന്നു. അതിനകത്ത് സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ന്യൂസ് റീഡേഴ്സ് പോകുന്നത് ഞങ്ങൾ കാണുമായിരുന്നു. 6 മാസം കൊണ്ട് ഏഷ്യാനെറ്റ് അത് ഇല്ലാതാക്കി കേട്ടോ. അവരുടെ പ്രശസ്തിയെ ഇല്ലാതാക്കി. എങ്ങനെയാണ് ഇല്ലാതാക്കിയെന്നറിയാവോ? വാർത്ത വായിക്കുന്നതിന് സൗന്ദര്യം വേണ്ട എന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. അതൊരു വലിയ മാതൃകയായിരുന്നു. കാരണം വെച്ചാൽ ആർക്കും വാർത്ത വായിക്കാം. ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ബി എ ജേർണലിസ്റ്റ്. നിങ്ങളുടെ ഗുഡ് ലുക്കിംഗ് അല്ല, വാട്ട് യു ആർ സേയിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താണ് പറയുന്നത്, ആ പറയുന്നതാണ് ഏറ്റവും പ്രധാനമെന്നും മലയാളിയെ പഠിപ്പിക്കുകയും അത് മലയാളി കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഏഷ്യാനെറ്റിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. എനി വൺ ക്യാൻ ബിക്കം എ ന്യൂസ് റീഡർ പ്രൊവൈഡഡ് നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടാകും. അതായിരുന്നു വലിയൊരു റപ്ചർ പോയിന്റ്. ഇന്ന് ആരെങ്കിലും പൗഡർ ഇട്ടിട്ട് വാർത്ത വായിക്കാൻ നിൽക്കുമോ, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമോ? ഇപ്പോൾ സ്റ്റുഡിയോയിൽ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ലൈറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകും. നല്ല വസ്ത്രത്തിലൊക്കെ വരുന്നത് തെറ്റുമല്ല. ഇന്നിപ്പോൾ ആളുകൾ അങ്ങനെ തന്നെ. ഇപ്പം പിന്നെ മുൻകാലങ്ങളിൽ 1980കളിൽ കേരളത്തിലൊരു വിവാഹ ചടങ്ങിലേക്ക് ആളുകൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പോകുമായിരുന്നു. ഇല്ലല്ലോ. നിങ്ങളൊരു പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇന്ന് അതൊക്കെ മാറിയിട്ട് ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെന്റ്സ് വാങ്ങിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ടെക്സ്റ്റൈൽസ് വാങ്ങിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ആളുകൾ ഒരുങ്ങുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൂ ഈ പറയുന്ന സ്റ്റുഡിയോയിലൊക്കെയുള്ള കാര്യങ്ങൾ. ഈ ആളുകൾ വെള്ളപ്പൊക്കത്തിലും പിന്നെ മഴയിലും പിന്നെ വെടിവെപ്പിൻ്റെ ഇടയിലും ദുരന്തങ്ങൾക്കിടയിലും എന്നാൽ സന്തോഷങ്ങൾക്കിടയിലും ഒക്കെ നിന്നുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാണ്. ഹൂ ബോദേഴ്സ്? നിങ്ങളിട്ടിരിക്കുന്ന ഷർട്ടൊരു പ്രശ്നമാണ്, നിങ്ങളുടെ മുഖത്ത് വിയർപ്പ് വീണു എന്നുള്ളത് പ്രശ്നമാണ്, നിങ്ങളിടയ്ക്ക് തുമ്മി എന്നുള്ളത് പ്രശ്നമാണ്. നത്തിങ് മാറ്റേഴ്സ്. ഓൺലി വാർത്ത മാത്രമാണ് ആളുകൾക്ക് അറിയേണ്ടത്. ആ രീതിയിലുള്ളൊരു നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്, നമ്മൾ ഒരു നല്ല മനസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ ഉള്ള ചേഞ്ചസ് കൊണ്ടുവന്നു. നേരത്തെ നമ്മൾ ന്യൂസ് പ്രസൻറ്റേഴ്സ് എന്നാണല്ലോ പറയുക, വാർത്താ അവതാരകർ എന്നാണ് പറയുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക. വി ആർ ജസ്റ്റ് പ്രസൻറ്റിങ് ദ ന്യൂസ്. അതിനകത്ത് ഈ അവതാരകർക്ക് ഒരു റോളുമില്ല. പക്ഷേ പിന്നീട് നോക്കിക്കേ, ഈ അവതാരകർ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവർ ആളുകളോട് ചോദ്യം ചോദിക്കുന്നു, അവർ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് നേരത്തെ സുന്ദരനായിരുന്നുവെങ്കിൽ വാർത്ത വായിക്കാമായിരുന്നു, സുന്ദരിയായിരുന്നെങ്കിൽ വാർത്ത വായിക്കാമായിരുന്നു. ഇപ്പോൾ യു ഹാവ് ടു ബി എ ജേർണലിസ്റ്റ്. ചെറിയ ജേർണലിസ്റ്റ് ആയാൽ പോരാ, വിവിധ വിഷയങ്ങളിൽ ഗ്രാഹ്യമുള്ള ഒരു ജേർണലിസ്റ്റ് മാത്രമേ അവതാരകനോ അവതാരകയോ ആകാൻ കഴിയുകയുള്ളൂ. കാരണം എപ്പോഴെന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അവഗാഹം ഉണ്ടാവണം. അപ്പം കുറേ നമ്മളൊരു നോളജിബിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സൊസൈറ്റി ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രശസ്തരായിരിക്കുന്ന ആങ്കേഴ്സ് അല്ലേ? കേരളത്തിലൊരു റിപ്പോർട്ടറെക്കാളും പ്രശസ്തമായിരിക്കുന്ന ആങ്കറാണ്. നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഓർ ഹെർ പ്രസൻസ് ത്രൂ ഔട്ട് ദി ഡേ. അതുകൊണ്ടൊന്നുമല്ല, ഇയാൾ വന്ന് കാര്യങ്ങൾ സംസാരിച്ചാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്ന് നമ്മൾ കുറച്ച് പേരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താ? അപ്പോൾ ഈ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ വടിവൊത്ത ശരീരഭാഷയിൽ ഒരു ടേബിളിൻ്റെ പുറകിലിരുന്ന് സംസാരിക്കുന്നത് ആളുകൾക്ക് ബോറടിച്ചു. ഈവൻ ദിസ് ഇൻ്റർവ്യൂ ഫോർമാറ്റ് എന്ന് പറയുന്നത് പോലും ആളുകൾക്ക് ബോറടിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ നമ്മൾ 2 പേരിരുന്നിട്ട് പിന്നെ ഇങ്ങനെ മുഖാമുഖം സംസാരിക്കുന്നതോടൊന്നും അങ്ങനെയൊന്നും ആളുകൾ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. യു ഷുഡ് ബി, നിങ്ങളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ നടക്കുക, നിങ്ങളിടയ്ക്ക് ചായ കുടിക്കുക, നിങ്ങളിടയ്ക്ക് ചിരിക്കുക, ഈ രീതിയിൽ പല ലൊക്കേഷൻസിലേക്ക് പോവുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഫോർമാറ്റൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എപ്പോഴും നമുക്കത് പോസിബിൾ ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്കൊന്ന് കടപ്പുറത്ത് പോകാമെന്ന് പറയാൻ പറ്റില്ല. അല്ലെ, പ്രധാനമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കടപ്പുറത്ത് പോയി കപ്പലണ്ടി കഴിച്ച് സംസാരിക്കാമെന്ന് പറയാൻ കഴിയില്ല. ചില ഇൻ്റർവ്യൂസ് അതിന് ആവശ്യപ്പെടുന്നുണ്ട്. ബട്ട് ഇതിനെയൊക്കെ മാറ്റുന്ന എന്താ പറയുക, അൺകൺവെൻഷണൽ ആക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു താരപ്രഭയും താരജാടയുമുള്ള മാധ്യമമായിരുന്നുവെങ്കിൽ അതിൻ്റെ മുഴുവൻ കൺവെൻഷൻസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതൊരു ഇൻറ്റിമേറ്റ് മീഡിയ ആക്കുന്നതിനകത്ത് ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ഒരുപക്ഷെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ ഏറ്റവും പ്രസിദ്ധനാക്കിയിട്ടുള്ള ഒന്ന് 2024 താങ്കൾ നടത്തിയ ഇലക്ഷൻ വിശകലനമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയുമായതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള മാധ്യമങ്ങൾക്ക് പോലും എല്ലാം തെറ്റിപ്പോകുന്ന ഒരു കാലത്ത്, എക്സിറ്റ് പോൾ സർവേകളൊക്കെ തെറ്റിപ്പോകുന്ന ഈ കാലത്ത് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് താങ്കൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ഒരു കാര്യം ബാബു, അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഗുണം തന്നെയായിരുന്നു, സംശയമില്ല. ഇപ്പോൾ ഒരു പുതിയ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എളുപ്പമാണ്. കാരണം പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളതുകൊണ്ട്. ഞാൻ 2024 പൊതു തെരഞ്ഞെടുപ്പിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി ആരംഭിച്ച 2022 മുതൽ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഞാനൊരു വളരെ ഗൗരവത്തോടുകൂടി തന്നെ നോക്കിയിരുന്നു.
അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഭാരത് ജോഡോ യാത്ര തുടക്കത്തിൽ ഉണ്ടാക്കിയ ഇംപ്രഷൻസിൽ നിന്ന് അത് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കൂട്ടങ്ങളും അതിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതികരണങ്ങളും മോഡിയുടെ ഒരു പോപ്പുലാരിറ്റിയെ സംബന്ധിച്ച് എനിക്ക് 2 വർഷം മുമ്പ് തന്നെ സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് 2024 ഈസ് ഗോയിങ് ടു ബി ക്രൂഷ്യൽ ഫോർ മോഡി എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം വെച്ചാൽ ഈ പറയുന്ന പ്രതിപക്ഷമില്ലാത്തൊരു ഒരു രാജ്യത്ത് നിന്ന് ഒരു പ്രതിപക്ഷ സ്വഭാവത്തിലേക്ക് ജനങ്ങൾ മാറുന്നതിൻ്റെ ചില സൂചനകൾ ഈ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് പിന്നെ നടത്തിയൊരു യാത്ര എന്നുള്ളതിലേക്കല്ല ഞാനത് കാണുന്നത്. കോൺഗ്രസ് ആണോ നടത്തിയത്, രാഹുൽ ഗാന്ധിയാണോ നടത്തിയെങ്കിലും അതിനകത്ത് ജനങ്ങളുടെ ഒരു മനോനിലയുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയം മുതലുള്ള നിരീക്ഷണങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെനിക്ക് ഒരു കാര്യം ഉത്തമമായി ബോധ്യപ്പെട്ടത്, ഞാൻ എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ BJP ഒരു ന്യൂനപക്ഷമാകാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെന്ന് തീരുമാനിക്കുന്നത് BJPയുടെ തന്നെ ഒരു മുദ്രാവാക്യത്തിൽ നിന്നാണ്. അത് അബ്കി ബാർ 400 പാർ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. അത് പ്രധാനമന്ത്രി തന്നെ പിന്നെ പാർലമെന്റിൽ വിളിച്ച മുദ്രാവാക്യമാണ്. ഈ കുറി 400 സീറ്റിന് മുകളിലാണ് എന്ന് പറയുന്ന മോഡിയുടെ ആ മുദ്രാവാക്യം, BJPയുടെ ആ മുദ്രാവാക്യം എനിക്ക് വലിയ സംശയം ഉണ്ടാക്കി. അത് നമ്മളെ മിസ്ലീഡ് ചെയ്യാനുണ്ടാക്കിയ ഒരു മുദ്രാവാക്യമാണ് എന്നെനിക്ക് ഉറപ്പായിരുന്നു. അത് ആത്മവിശ്വാസക്കുറവിൻ്റെ മുദ്രാവാക്യമാണ് എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് തെളിവുകളൊന്നുമില്ല. ബട്ട് ഐ ഫെൽറ്റ് സോ, എനിക്കങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഞാൻ പിന്നെ എല്ലാ അന്വേഷണങ്ങളും നടത്തുന്നത്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന. 12 വർഷത്തെ എൻ്റെ ഈ ഡൽഹി പ്രവർത്തനത്തിൽ ഞാൻ ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ഒരു 4-5 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ജനതയെ അറിയാം. ഈ ഇലക്ഷൻ്റെ യാത്ര എന്ന് പറഞ്ഞ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ടൂറിസ്റ്റുകളെ പോലെ അല്ലല്ലോ, നമ്മൾ ഗ്രാമങ്ങളിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ആ മനുഷ്യരുടെ ജീവിതമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് എക്സ്റ്റെൻസീവായി യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരു പൾസൊക്കെ അറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും മോഡി ദുർബലനാകുന്നതാണ് നമ്മൾ കാണുന്നത്. വികസനം പറഞ്ഞ മോദിയെ നമ്മൾ പിന്നീട് അതിവൈകാരികമായ വർഗീയത പറയുന്ന മോദിയായിട്ട് കണ്ടു. അല്ലെ, മംഗൾസൂത്രം വരെ അടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്ന രീതിയിൽ മോഡിയുടെ പ്രസംഗങ്ങൾ മാറുന്നു. അപ്പം ഒരു ആത്മവിശ്വാസവും ആ ഭാഗത്തില്ല എന്ന് നമുക്ക് ഉറപ്പാകുന്നു. മറിച്ച് ഈ പറയുന്ന 400 സീറ്റ് വന്നാൽ ഭരണഘടന തന്നെ മാറ്റി എഴുതും എന്നൊരു പ്രചാരണം രാഹുൽ ഗാന്ധി ശക്തിപ്പെടുത്തുന്നു. അതിന് വലിയ സാധ്യതകളുണ്ടാകും. പ്രത്യേകിച്ച് OBC വിഭാഗങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രധാനമാണ് ബാബു. അത് ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഒക്കെ ആ വിഭാഗങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നു സംവരണം പോവുമോ എന്നൊക്കെയുള്ളത്. ഇപ്പം പണിപാളി എന്ന് നമ്മൾ ഇപ്പോൾ പറയത്തില്ലേ എന്ന് പറയുന്നത് അടിപ്പതറി. ആ അടിപ്പതറി എനിക്ക് ഉറപ്പായിരുന്നു വോട്ടിങ്ങിൽ സ്വാധീനിക്കും എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അതിനെനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ദേശീയ മാധ്യമങ്ങൾ ഒറ്റ ആളുകളിൽ നിന്ന് മാത്രമല്ല 400 സീറ്റിന് മുകളിൽ ഉറപ്പിച്ചല്ലോ. പക്ഷെ നമ്മൾ എന്നിട്ട് ഓരോ സംസ്ഥാനമായിട്ട് കണക്കെടുത്തിട്ട് ഒരു കണക്ക് ഞാനങ്ങ് പറയാണ് 240 സീറ്റ് കിട്ടും BJPക്ക് എന്ന് പറയാം. അന്നെടുക്കുന്നൊരു വലിയ റിസ്ക് ഉണ്ട്. നോക്കൂ, ആ പ്രവചനം തെറ്റിപ്പോയാൽ പിന്നെ ഞാനൊരു മാധ്യമപ്രവർത്തനം സർവേ ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം BJP ഹാൻഡിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് മാത്രമല്ല, ഞാൻ ഓരോ ദിവസം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് അതിൻ്റെ തമ്പടക്കം എടുത്തു വെച്ച് എൻ്റെ പ്രിപ്പയർഡ് നോട്ട് വരെ എൻ്റെ കയ്യിൽ പിന്നീട് കിട്ടിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ വന്ന ദിവസം ദേ സ്റ്റാർട്ടഡ് സൈബർ അറ്റാക്ക്. എക്സിറ്റ് പോൾ വരുമ്പോൾ എന്താ 350 മുകളിൽ 400 സീറ്റോടുകൂടി മോഡി വരികയാണ്. അന്നും എനിക്ക് ലൈവ് വരേണ്ടതുണ്ട്. എനിക്ക് വേണം അന്ന് തള്ളി പറയാം. പക്ഷെ എനിക്ക് ഉറച്ച വിശ്വാസത്തിൽ തന്നെ ഞാൻ നിന്നു. 240 സീറ്റിൽ BJP വരും. ഈ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റും. അപ്പോൾ അന്ന് രാത്രി മുതൽ തന്നെ എനിക്കെതിരായിട്ട് ഭയങ്കരമായ ക്യാമ്പയിൻ ആരംഭിച്ചു. പിറ്റേ ദിവസം രാവിലെ കൗണ്ടിങ്ങാണ്. കൗണ്ടിങ് തുടങ്ങി 12 മണിയാകുമ്പോൾ ബാബു എന്നെ ഞെട്ടിച്ചുകൊണ്ട് 240 സീറ്റിൽ വന്ന് നിൽക്കുകയാണ് ഈ BJPയുടേത്. ആ കൃത്യം കണക്കാണ്. 240 വന്ന് നിൽക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ ഇത് ഇത്ര എക്സാക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത്. ആ നമ്പർ എക്സാക്റ്റ് അല്ല എങ്കിലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു. അതായത് BJP ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ക്ലിയർ മെജോറിറ്റീസ്. അത് അവർക്ക് ഒറ്റയ്ക്ക് കിട്ടില്ല എന്നുള്ളത്. അത് ഓരോ സ്ഥലത്തും വരാൻ പോകുന്ന വീഴ്ചയെ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവലിൽ തന്നെ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതിന് പ്രധാനമായും ഞാൻ ഉപയോഗിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഓൺലൈൻ സൈറ്റുകളാണ്. ഓൺലൈൻ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദുസ്ഥാൻ്റെ, പിന്നെ ദൈനിക് ജാഗരൻ്റെ, അങ്ങനെയുള്ള ഹിന്ദി പത്രങ്ങളുടെ സൈറ്റുകളിലേക്ക് പോയി നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായി ഗ്രൗണ്ടിൽ നടക്കുന്ന ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം റിപ്പോർട്ട് ചെയ്യാനൊരു ഡൽഹിക്കാരൻ വന്നാൽ കേരളത്തിലെ മലയാളം മീഡിയയിലെ ഈ ലോക്കൽ പേജ് വായിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കൃത്യം അറിയാൻ പറ്റും. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ചങ്ങനാശ്ശേരി എന്നുള്ള സ്ട്രിങ്ങർക്ക് പറയാൻ പറ്റുമെന്നേ. വളരെ കൃത്യമായിട്ട് അവൻ ആ ഗ്രൗണ്ട് അറിയാം. ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ് എടുത്താൽ മതി. നിങ്ങൾ NDTVയുടെയോ CNN IBNയുടെയോ അതുപോലെയുള്ള ചാനലുകളുടെ സൈറ്റിൽ പോവുകയോ ചാനൽ കാണുകയോ ചെയ്താണ്ടല്ലോ BJP പണ്ടേ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ലോക്കൽ മീഡിയയിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കേ. ആ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. ആ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്ന് സോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാൽക്കുലേഷൻ അവതരിപ്പിക്കാൻ പറ്റും. ആ പരീക്ഷണം എപ്പോഴും വിജയിക്കണമെന്നില്ല. പക്ഷേ
ഭാഗ്യം എന്ന് പറയട്ടെ, ആ പരീക്ഷണം വിജയിച്ചു. മുമ്പൊരു കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ടുപോയ ഒരു മാധ്യമപ്രവർത്തനാണ് അദ്ദേഹം. അന്ന് വിട്ടുപോയത് എന്തിനായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നത് എന്തിനാണ്? 2011 ഞാൻ പിന്നെ ഏഷ്യാനെറ്റ് വിടുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ 15 വർഷം പൂർത്തിയാക്കി ഏഷ്യാനെറ്റിൽ. 96 മുതൽ 2011 വരെ 15 വർഷം വിവിധ ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്, പല ഓഫറുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മൂവ് ഔട്ട് ചെയ്തിട്ടില്ല. 15 വർഷമായപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു സ്ഥലത്ത് 15 വർഷം വളരെ കൂടുതലാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആത്മാർത്ഥമായിട്ട്. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഏഷ്യാനെറ്റ് പോലും സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കേട്ടോ. ഞാൻ അതിൻ്റെ ഇൻപുട്ട് എഡിറ്റർ ആയിരിക്കുമ്പോഴാണ് രാജിവെച്ച് പോകുന്നത്. ഇൻപുട്ട് എഡിറ്റർക്ക് ഒരു പണിയില്ല. ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചിട്ട് ഒരു വാർത്ത എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 4 പേര് അതിൻ്റെ മുകളിൽ പോയി പണിയെടുത്തിട്ട് ആ വാർത്ത അതിഗംഭീരമായിട്ട് കൊണ്ടുവരും. അത് ഏഷ്യാനെറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഗുണമാണ്. അപ്പോൾ പുതുതായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വേണമെങ്കിൽ ഞാൻ എത്തിയെന്ന് പറയാം. ആ സമയത്ത് 15 വർഷം ഒരു മാറ്റവും ഇല്ലാതെ എങ്ങനെ വരുന്നു. എന്നാൽ എനിക്ക് ഈ 15 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്കൊരു എക്സ്പെരിമെൻ്റ് നടത്താവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മീഡിയ ഹൗസുകളൊന്നായിട്ടുള്ള മാതൃഭൂമി ഒരു ന്യൂസ് ചാനൽ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങളൊരു സ്ഥലത്തും ഇങ്ങനെ ഒതുങ്ങിക്കൂടരുതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടാവും. ഏത് സ്ഥലത്തും ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ പുതുതായി ഒന്നും അച്ചീവ് ചെയ്യില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഉപയോഗശൂന്യമായ ഒരു ഉപകരണമായി മാറിത്തീരും എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം. ഇപ്പോൾ 15 വർഷം ഇറ്റ് വാസ് എ ബിഗ് പീരീഡ്. അതിൽ നിന്ന് ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിൽ തുടർന്നാലും ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റിലെത്തും, ഒരു സംശയവും വേണ്ട. അത് നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് എത്തിച്ചേരുന്നൊരു പദവിയാണ്. മറിച്ച് ഞാൻ 42ാമത്തെ വയസ്സിൽ എഡിറ്ററായി. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിരിക്കുന്ന ഞാൻ രാജിവെക്കുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് എത്തുന്നത് മാതൃഭൂമിയുടെ ചാനലിൻ്റെ എഡിറ്ററായിട്ടാണ്. അറ്റ് ദി ഏജ് ഓഫ് 42 ഐ ബിക്കെയിം ദി എഡിറ്റർ ഓഫ് എ ന്യൂസ് ചാനൽ, വിച്ച് ഈസ് എ ബിഗ് ഗെയിൻ ഇൻ മൈ ലൈഫ്. ഒരു സംശയം വേണം, ഞാനതിന് ശ്രേയാം സാറിനോട് കടപ്പെട്ടിരിക്കുന്നു, മാതൃഭൂമിയോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രേയാം സാർ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആഫ്റ്റർ ശശികുമാർ, ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ 3 ജേർണലിസ്റ്റുകളാണ് വളരെ പ്രധാനമായിട്ടും എൻ്റെ കരിയറിനെ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഓഫ് കോഴ്സ് ജയേന്ദ്രൻ നായർ സാറാണ്. അദ്ദേഹമാണ് എനിക്കൊരു ഓഫർ ചെയ്യുന്നൊരു ജോലി. അങ്ങനെയാണ് ഞാൻ ജേർണലിസത്തിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കരിയർ മാറ്റുന്നത് ശശികുമാർ സാറിൻ്റെ തീരുമാനങ്ങളാണ്. എന്നെ എടുക്കുന്നത് ശശികുമാർ സാറാണ്. പിന്നെ എന്നെ പിന്നെ ഡൽഹിയിൽ തീരുമാനിക്കുന്നത് ശശികുമാർ സാറാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി വന്നത് MV ശ്രേയാംസ്കുമാറാണ്. അദ്ദേഹം ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ എന്നെപ്പോലെ ഒരാളെ, അന്ന് ഞാനൊരു ആങ്കറോ അങ്ങനെ പ്രശസ്തനായ ഒരാളോ ഒന്നുമല്ല, പോയിന്റ് ബ്ലാങ്ക് ചെയ്യുന്ന സമയമാണ്. ബട്ട് ഹീ പിക്ക് മീ. എന്നിട്ട് എന്നെ ഒരു ചാനൽ ഏൽപ്പിക്കുകയാണ്. അത്ര ക്രോർസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ചാനൽ. അപ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിക്കുകയും ആ ചാനൽ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പം ഞാനൊരു ചാനൽ ലോഞ്ച് ചെയ്തു എൻ്റെ ജീവിതത്തിൽ. ആൻഡ് മാതൃഭൂമി ഈസ് എ റെസ്പെക്റ്റഡ് ചാനൽ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത് അതിൻ്റേതായിട്ടുള്ള റോൾ ഇപ്പോഴും വഹിക്കുന്നുണ്ട്. 10 വർഷമാണ് കേട്ടോ ഞാൻ അവിടെ ജോലി ചെയ്തത്. അത് ഞാൻ അവിടുന്ന് രാജിവെച്ചു. അത് ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെച്ചതുപോലെ തന്നെയാണ് മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചത്. 10 വർഷം ഒരു ചാനലിൻ്റെ എഡിറ്ററായിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല ബാബു. അതൊരു ട്രിക്കി പൊസിഷനാണ്. ഈ മാനേജ്മെൻറ്റ് നമ്മളെപ്പോഴും സംശയത്തോടെ കാണുക, തൊഴിലാളികൾ നമ്മളെപ്പോഴും സംശയത്തോടെ കാണുക. തൊഴിലാളികളെ സംബന്ധിച്ച് എഡിറ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്, മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എഡിറ്റർ ജേർണലിസ്റ്റുകളുടെ ഭാഗമാണ്. അപ്പോൾ അതൊരു ട്രിക്കി പൊസിഷനാണ്. പല സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാകും. 10 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. 10 വർഷം ഒരു നല്ല പീരീഡാണ്, അവിടെ അവസാനിപ്പിച്ചു. അപ്പം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എനിക്ക് ഗുണവേ ചെയ്തിട്ടുള്ളൂ. ചില വലിയ ക്രൈസിസിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ച് കഴിയുമ്പം ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്നത്, എനിക്കൊരു ഓഫറും ഇല്ല. ഒരു സാഹചര്യത്തിൻ്റെ ആണ് ഞാൻ രാജിവെക്കുന്നത്. ആ രാജിവെച്ച് കഴിഞ്ഞതിന് ശേഷം വെറുതെ വീട്ടിലിരിക്കുക 8 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമൊക്കെയാണ്. പക്ഷെ അപ്പോഴും പിന്നെ അവിടെ നിന്ന് ഞാൻ വേറൊരു പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. ഇതെല്ലാം നമുക്ക് കരിയറിൽ ഗുണമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം പ്രിൻറ്റ് മീഡിയയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിഷ്വൽ മീഡിയയിലേക്ക് എത്തില്ല. അപ്പോൾ പ്രിൻറ്റ് മീഡിയ നിർത്തി വിഷ്വൽ മീഡിയയിലേക്ക് എത്തേണ്ട ഒരു സമയത്ത് ഞാൻ വിഷ്വൽ മീഡിയയിലേക്ക് എത്തി 96. ഇല്ലെങ്കിൽ ഞാനൊരു പ്രിൻറ്റ് മീഡിയ ജേർണലിസ്റ്റായി എവിടെയോ അവസാനിച്ചു പോകുമായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റ് വിടേണ്ട സമയത്ത് ഏഷ്യാനെറ്റ് വിട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് മാതൃഭൂമി പോലെ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം എനിക്ക് വേറൊരു കരിയർ ഉണ്ടാവുകയാണ്. ഏറ്റവും ന്യൂ ജനറേഷനായ ഒരു ചാനലിൻ്റെ ന്യൂസ് റൂമിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. റിപ്പോർട്ടറിൻ്റെ ന്യൂസ് റൂം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വൈബ്രൻ്റായ ന്യൂസ് റൂമുകളിലൊന്നാണ്. അവർ കേരളത്തിലെ ചാനലുകളുടെ സ്ക്രീനിൽ ഉണ്ടാക്കിയിട്ടുള്ള എനർജി ലെവലും വൈബ്രൻസിയും ചെറുതല്ല. അതൊരു ന്യൂ ജനറേഷൻ ചാനലാണ്. ആ ന്യൂ ജനറേഷൻ ചാനലിൻ്റെ ന്യൂസ് റൂമിൽ 2 വർഷം വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. എങ്ങനെയാണ് ഗ്രാഫിക്സ്, എങ്ങനെയാണ് ഈ താങ്കൾ പറഞ്ഞ AR, XR, VR തുടങ്ങിയിട്ടുള്ള പുതിയ എക്സ്പെരിമെൻറ്റുകൾ, പുതിയ ജനറേഷൻ വന്ന് അവർ നടത്തുന്ന ഈ പറയുന്ന ഈ രീതികളുണ്ടല്ലോ, അവരുടെ അവതരണ രീതികൾ, ദേ ആർ വെരി മച്ച് ക്ലോസ് ടു ദ വ്യൂവർ. നിങ്ങളോട് ഇടയ്ക്ക് തമാശ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുമ്പോൾ തമാശ പറയാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ചില തമാശകൾ പറയും, ചില പിന്നെ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ ചില ബ്രേക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായത്
ഇങ്ങനെ ഇറങ്ങി സഞ്ചരിച്ചതുകൊണ്ടാണ് എനിക്ക് എല്ലാ ജേർണലിസ്റ്റുകളോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ പുതിയ പുതിയ സങ്കേതങ്ങൾ തേടണം. നിങ്ങൾ ഒരു പ്രത്യേക പീരീഡ് ഇരിക്കണം, അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന നിങ്ങൾ ലഭിച്ചു എന്ന് തോന്നിയാൽ നിങ്ങൾ അവിടെ നിന്ന് മാറണം. അങ്ങനെ മൂവ് ഇൻ ആൻഡ് മൂവ് ഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമാണ്. തിരിച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ എത്തിയതിനകത്തും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിലേക്കുള്ള താങ്കളുടെ റീ എൻട്രിയെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് പല മാധ്യമ നിരീക്ഷകർ അടക്കം വിശേഷിപ്പിച്ചിട്ടുള്ളത്. താങ്കൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയുടെ പേരും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെയാണ്. എന്താണ് ഈ സർജിക്കൽ സ്ട്രൈക്ക്? ഇപ്പോൾ അത് ഏതാണ്ടൊരു നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു 10 എപ്പിസോഡേ ആയിട്ടുള്ളൂ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ചാലഞ്ചിങ് വൺ. അത് ഒറ്റ ഷോട്ടിലാണ്. അത് ഏതാണ്ടൊരു 12-13 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും ഒരു വിഷയത്തെക്കുറിച്ച്. അതിന് ഈ പ്രോംപ്റ്റർ സപ്പോർട്ടില്ല. അതായത് നമ്മൾ പ്രീ കൺസീവ്ഡ് അല്ല, നേരത്തെ തന്നെ അടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ക്യാമറയിൽ നോക്കി വായിക്കുകയല്ല. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ എക്സ്റ്റംബറായിട്ട് ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഒറ്റ ഷോട്ടിൽ ഇത് തീർക്കണം. ആ ക്യാമറ മൂവ്മെൻറ്റും ഒക്കെ അതുപോലെ വൈബ്രൻ്റ് ആയിരിക്കണം. എന്ന് മാത്രമല്ല, തെറ്റുകൾ വന്നാൽ പിന്നെ തിരുത്താൻ സമയമില്ല, ലൈവാണ്. നമ്മുടെ ഈ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മളറിയാതൊരു വാക്ക് പുറത്തേക്ക് വന്നാൽ അത് മോശമാവും. അപ്പം വളരെ കോഷ്യസ് ആയിരിക്കുക, സ്പോണ്ടേനിയസ് ആയിരിക്കുക, അറ്റ് ദി സെയിം ടൈം ഡീപ്പായിരിക്കുക. നിങ്ങൾ കാണുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. പിന്നെ കാണുന്ന പ്രേക്ഷകനെ എൻഗേജിങ് ആക്കണം. വളരെ വൈബ്രൻ്റായ മൂവ്മെൻറ്റ് കൊണ്ട് എൻഗേജ് ആക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചിങ് ആണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയത് പല ചാനലുകളിൽ പണിയെടുത്തതുകൊണ്ടാണ്. ഒരു സ്ഥലത്തിരുന്നാൽ എനിക്കിങ്ങനെ ഒരു കോൺസെപ്റ്റ് വരത്തില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ റിപ്പോർട്ടറിൽ വർക്ക് ചെയ്യുമ്പം റിപ്പോർട്ടർ ഇങ്ങനെയാണേ, ഈ രീതിയിൽ വളരെ വൈബ്രൻ്റായ മൂവ്മെൻറ്റോടുകൂടി. അത് 24 അങ്ങനെയാണ്. ഈ ന്യൂ ജനറേഷൻ ചാനലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മുടെ ചാനലുകൾ തന്നെ ലെഗസി മീഡിയ ആയിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ന്യൂ ജനറേഷൻ വരവാണ്. ഈ പറയുന്ന വലിയ ഡിസ്റപ്ഷനാണ് 24 ആദ്യം ഉണ്ടാക്കിയത്, തൊട്ട് പിന്നാലെ റിപ്പോർട്ടറും ഉണ്ടാക്കിയത്. അപ്പോൾ അവർ കൊണ്ടുവരുന്നൊരു എനർജിയും അവർ കൊണ്ടുവരുന്നൊരു രീതിയൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യണം. നല്ലത് കണ്ടാൽ സ്വീകരിക്കുന്ന എന്താ കുഴപ്പമെന്നേ, അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യൂ, ജേർണലിസത്തിന് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും എവിടെയും ലിഖിതമായ ഒരു നിയമവും ഇല്ല. മേക്ക് ഇറ്റ് അൺകൺവെൻഷണൽ. നിങ്ങൾ എത്രത്തോളം അൺകൺവെൻഷണൽ ആകുന്നു, നോൺ കൺവെൻഷണൽ ആകുന്നു, അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ വടിപോലിരുന്ന് അച്ചടിച്ച ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ റിജക്റ്റഡ് ആണ് ഈ കാലഘട്ടത്തിൽ. സോ യു ഷുഡ് ബി വെരി ക്ലോസ് ടു യുവർ വ്യൂവർ. നിങ്ങൾ അയാളോട്ട് സംസാരിക്കുന്ന പോലെ അതിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വീകരിക്കണം. അതിൻ്റെ ഒരു വൈബ്രൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കണക്ക് നല്ല മൂവ്മെൻറ്റോടുകൂടി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നു, ആ വിഷയത്തിൻ്റെ 2, 3, 4 ആസ്പെക്റ്റുകൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുന്നു. എന്നിട്ട് നമുക്ക് അപ്പോൾ തോന്നുന്ന വാക്കുകളിൽ, അപ്പോൾ തോന്നുന്ന ഭാഷയിൽ അത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനൊരു വൈബ്രൻ്റായ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ഈ കോൺസെപ്റ്റ് നിശ്ചയമായിട്ടും ചലഞ്ചിങ് ആണ്, പക്ഷെ നല്ല റെസ്പോൺസാണ്. എന്താ പറയുക, ഞാനൊരു വിശ്വാസിയുമാണ്. അപ്പോൾ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. പ്രേക്ഷകർക്കും നന്ദി. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ഫോർമാറ്റിനെ ആളുകൾ വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ജേർണലിസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള അനുഭവങ്ങൾ പകർത്താൻ വേണ്ടി കൂടിയാണോ താങ്കൾ ഈ പുസ്തക രചനയിലേക്ക് കടന്നത്? ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബാബു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അറിയോ? ഒരു എഴുത്തുകാരനാകുക എന്നുള്ളതായിരുന്നു. അതിനൊരു ഫിക്ഷൻ റൈറ്റർ ആവുക എന്നുള്ളതായിരുന്നു. ഞാൻ തുടങ്ങുന്ന പ്രിന്റ് മീഡിയ എന്നല്ലേ, കലാമുദിയിലൊക്കെ പിന്നെ ആളുകളുടെ ലേഖനങ്ങളും കഥകളും കവിതകളും ഒക്കെ വായിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാരനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഐ ഹാപ്പൻ ടു ബി എ ജേർണലിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്വൽ മീഡിയയിലേക്കൊക്കെ വന്നു, ആ തിരക്കിലൊക്കെ പോയി. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നിട്ടില്ല. പ്രത്യേകിച്ച് ശാസ്ത്രം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല. ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഫ്രിജോഫ് കാപ്രയുടെ ടാവോ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു. ടാവോ ഫിസിക്സ്. ആ പുസ്തകം എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമായിരുന്നു. ഫ്രിജോഫ് കാപ്ര ഫിസിക്സ് ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഫിസിക്സിനും സ്പിരിച്വാലിറ്റിക്കും തമ്മിലിടയിലുള്ളൊരു ബന്ധം, ഈ ഭാരതീയ ദർശനങ്ങളും ഈ ആധുനിക ഊർജ്ജതന്ത്രവും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറയുന്ന ആളാണ് അയാൾ. പിന്നെ അത് വലിയ രീതിയിൽ ആ ആശയം ടേക്കപ്പ് ചെയ്യപ്പെടുകയും ഷ്രോഡിംഗറെയൊക്കെ പോലെയുള്ള വലിയ സയൻറ്റിസ്റ്റുകൾ പിൽക്കാലത്ത് ഈ പറയുന്ന നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൗതുകത്തിന് ഞാനത് പിന്നെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ശാസ്ത്രം എൻ്റെ ഇഷ്ടപ്പെട്ടൊരു മേഖലയായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു പുസ്തകം പ്രായമാകുന്നില്ല ഞാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. അതൊരു 750 പേജുള്ള പുസ്തകമാണ്. ഇറ്റ്സ് എ ബിഗ് വൺ. DC ബുക്സ് അത് പുറത്തിറക്കിയത്. അത് എഴുതുമ്പോൾ ഞാൻ ഏജിനെ ഒരു ഫാക്ടറായിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഏജ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ലളിതമായൊരു കാര്യമല്ല. നിങ്ങൾക്ക് പ്രായമാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കണം. ഒന്ന് പ്രായമാകണമെങ്കിൽ മനുഷ്യരുണ്ടാകണമെങ്കിൽ പ്രപഞ്ചത്തിൽ ജീവനുണ്ടാകണം. അപ്പോൾ എൻ്റെ അന്വേഷണം ഈ രീതിയിലൊക്കെ അങ്ങ് പോയി. അപ്പോൾ എങ്ങനെ ജീവനുണ്ടായി,
പിന്നെ ആ പരിണാമം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ അതിജീവിച്ചു. നിങ്ങൾക്കൊരു ജലദോഷം വന്നാൽ മരിച്ചു പോകാവുന്ന മനുഷ്യനാണ്, നിങ്ങൾക്ക് പ്രായമാകില്ല. നിങ്ങൾക്ക് പ്രായമാകണമെങ്കിൽ മെഡിസിൻ ഉണ്ടാകണമെന്നേ. അപ്പം മെഡിസിനുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് പ്രായമാകണമെങ്കിൽ ലോകത്ത് ട്രാഫിക് നിയമങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വന്നിടിച്ചാൽ നിങ്ങൾക്ക് പ്രായമാകാൻ കഴിയില്ല. നിങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവണം. ആളുകൾ കൊല്ലപ്പെടുന്ന, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ പ്രായമാകാൻ കഴിയില്ല ആളുകൾക്ക്. അപ്പോൾ നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യൻ്റെ ആകെ ചരിത്രത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഐ ആം 50 എന്ന് നിങ്ങളൊരാൾ പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ പ്രായം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആകെ ചരിത്രമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളാണ് ഞാൻ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 2 പുസ്തകങ്ങൾ വൈജ്ഞാനിക സാഹിത്യത്തിൽ എഴുതിയത്. അത് ഈ പറയുന്ന പ്രായമാകുന്നില്ല ഞാൻ, നമ്മുടെ തലപ്പാവ്, 2 പുസ്തകങ്ങളാണ്. പിന്നെ 2 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 1994 മുതൽ തന്നെ കഥകൾ എഴുതിയിരുന്നു. അങ്ങനെ ഒരു 11 കഥകളുടെ ഒരു സമാഹാരം. ആകെ 25 വർഷം കൊണ്ട് 11 കഥകൾ എഴുതിയിട്ടുള്ളൂ. ആ 11 കഥകൾ മനോരമ ഒരു പുസ്തകമാക്കി ഇറക്കി. ഒരു നോവലും ഞാൻ എഴുതിയിട്ടുണ്ട്, മരങ്ങളായി നിന്നതും എന്ന് പറഞ്ഞിട്ട്. ഈ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൂ. എഴുത്തുകാരനാകുക എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണത്. ഒരു കാര്യം താങ്കൾ ചോദിച്ചപ്പോൾ ഇതിൻ്റെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം. സമയം കിട്ടുക എളുപ്പമല്ല. ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 7-8 മണി വരെ വായന എഴുത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. കാരണം ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ അടിക്കില്ല കേട്ടോ. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോൺ അടിക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്നാലല്ലേ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണർന്ന് ഈ മൊബൈൽ ഫോണിലേക്കൊക്കെ വിളി തുടങ്ങുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയം എല്ലാ കാലത്തും ചർച്ചയായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ SFI അല്ലെങ്കിൽ KSU പോലുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് മാധ്യമപ്രവർത്തകരാകുമ്പോൾ അവരുടെ ഒരു നിഷ്പക്ഷത എല്ലാ കാലത്തും ചോദ്യം ചെയ്യപ്പെടാറുമുണ്ട്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം സാധ്യമാണോ? ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്ന ആളാണ് കേട്ടോ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയും. ഞാൻ എൻ്റെ സമീപനത്തിൽ എൻ്റെ രാഷ്ട്രീയം നിലനിർത്തുന്ന ആളാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിസാൻ ആകുമ്പോഴാണ് അതിനകത്തൊരു പ്രശ്നം വരുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP അല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് മതേതരത്വമാണ്. ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണ്ടേ? അത് ഈ സൊസൈറ്റിയുടെ ആവശ്യമല്ലേ? ഇപ്പം നമ്മുടെ സമൂഹത്തിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുക, വർഗീയ കലാപം ഉണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക, അതിനെ നിങ്ങൾ എതിർക്കണമെന്നേ. കാരണം അങ്ങനെ എതിർക്കാനാണ് നിങ്ങൾ മാധ്യമപ്രവർത്തനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്. ഗുജറാത്ത് കലാപം ഉണ്ടായാൽ BJPക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. മോബ് ലിഞ്ചിങ് ഉണ്ടായാൽ നിലപാടെടുക്കണം നിങ്ങൾ. പിന്നെ പശുവിൻ്റെ പേരിൽ ആളുകൾ അടിച്ചു കൊല്ലുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിലപാടെടുക്കണ്ടേ നിങ്ങൾ? അങ്ങനെയല്ലേ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത്? TP ചന്ദ്രശേഖരൻ കൊലപാതകം ഉണ്ടായാലും നിങ്ങൾ നിലപാടെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. അതിനകത്ത് ഒരു സംശയമില്ല. നിലപാടെടുത്തുകൊണ്ടേ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ കണ്ണടച്ച് കളഞ്ഞാലാണ് ഈ ഗോധി മീഡിയ ഉണ്ടാവുക, അല്ലെങ്കിൽ ഭരണകൂടത്തിന് അനുകൂലമായ മീഡിയ ഉണ്ടാവുക. അത് അനുവദിക്കരുത്. നിങ്ങൾ സ്ട്രോങ് ആയ രാഷ്ട്രീയ നിലപാടുകൾ തന്നെ സ്വീകരിക്കണം. അത് പാർട്ടിസാൻ ആകരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നും ഞാൻ എഴുന്നേറ്റ് CPM അനുകൂലമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്യും. നിങ്ങളൊരു DYFI അനുഭാവിയാണ്, അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് അനുഭാവിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മാധ്യമപ്രവർത്തനം നിൽക്കരുത്. നിങ്ങൾ ആ പണിയെടുക്കാൻ പോകണം. ഇനി മാധ്യമപ്രവർത്തകനാകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ അനുഭാവങ്ങൾ നിങ്ങൾ മാറ്റിവെക്കണം, മാധ്യമപ്രവർത്തകനാകണം. അവിടെ നിങ്ങൾക്ക് സത്യസന്ധമായ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്, മൂല്യവത്തായ ജേർണലിസം ആവേണ്ടത്. നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള ആഭിമുഖ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾ ജേർണലിസ്റ്റ് ഉപയോഗിക്കരുത്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ വൈ യു ആർ വർക്കിംഗ് ഇൻ ഏഷ്യാനെറ്റ്, വൈ യു ആർ വർക്കിംഗ് ഇൻ മാതൃഭൂമി, യു ജസ്റ്റ് ഗോ ആൻഡ് ജോയിൻ ദേശാഭിമാനി, കൈരളി TV. നല്ല കാര്യമല്ലേ? ഇപ്പം അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ മാധ്യമ പ്രവർത്തനം ഞാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് CPM അനുകൂലമാണ് എങ്കിൽ അത് ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പൈസയും അവിടുത്തെ കറൻറ്റും അവിടുത്തെ വെള്ളവും അവിടുത്തെ ക്യാമറ ഉപയോഗിച്ച് ചെയ്യേണ്ടതേ. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ ആ പാർട്ടി ഓർഗനിൽ പോയിട്ട് പ്രവർത്തിക്കൂ. അതാണ് നല്ല കാര്യം. അത് കോൺഗ്രസിനാണെങ്കിൽ ജയ് ഹിന്ദിലോ വീക്ഷണത്തിലോ ഒക്കെ പ്രവർത്തിക്കാവുന്നതാണ്. നമ്മളൊരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് നമ്മളുടെ ഈ രാഷ്ട്രീയം ഒളിച്ചു കടത്താം നമ്മൾ തീരുമാനിക്കരുത്. പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നിങ്ങളുടെ സോഷ്യൽ ലൈഫിനെ തീരുമാനിക്കുന്നത്. അതിനകത്തൊരു സംശയമില്ല. അത് മാധ്യമങ്ങളല്ല തീരുമാനിക്കുന്നത്. ഈ രാജ്യത്ത് നിങ്ങളൊരു പാർട്ടി അധികാരത്തിലെത്തിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പോളിസിയാണ് നിങ്ങളെ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. അതിലെ ശരിതെറ്റുകളെ നിങ്ങൾക്ക് പറയാം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു പക്ഷേ CPM അനുകൂലമായിരിക്കും, നാളെ ഒരു വിഷയത്തിന് ഞാൻ സംസാരിക്കുന്നത് CPM എതിരായിരിക്കും. അവിടെ തന്നെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി വരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ണടച്ച് CPM എന്ത് ചെയ്താലും, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്താലും, അല്ലെങ്കിൽ BJP എന്ത് ചെയ്താലും അതിനെ അനുകൂലിച്ച് നിലപാടെടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആളുകൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയും എന്നുള്ളതാണ്. രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല കേട്ടോ. മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിന് പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രാഷ്ട്രീയമായിരിക്കണം.
ഒരു പിന്തിരിപ്പനാശയത്തിനെയും പിൻപറ്റുന്നവരായിരിക്കരുത് മാധ്യമപ്രവർത്തകർ. ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡ്, മുൻകാലത്ത് മാധ്യമപ്രവർത്തകരായിരുന്ന പലരും തങ്ങളുടെ കാലത്ത് ചെയ്തിരുന്നതാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തനം, ഇപ്പോൾ സംഭവിക്കുന്നൊന്നും മാധ്യമപ്രവർത്തനം അല്ല എന്ന മട്ടില്ല. അതായത് നല്ല മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ മോശം മാധ്യമപ്രവർത്തനം എന്നൊരു വേർതിരിവ് കാണിക്കുന്നുണ്ട്. ഈ ഒരു വിമർശനത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ കേരളത്തിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മാധ്യമ വിമർശനം നടക്കുന്നൊരു സ്ഥലം. ഏറ്റവും കൂടുതൽ മാധ്യമ സെമിനാർ നടക്കുന്ന സ്ഥലം കേരള. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് പരിപാടിയുടെ ഭാഗമായിട്ടൊരു മാധ്യമ സെമിനാർ ഉണ്ടാവും. നല്ല കാര്യമാണത്. ഈ മാധ്യമ സാക്ഷരത വളരെ കൂടുതലുള്ളൊരു ഒരു ജനത തന്നെയാണ്. ഏത് മേഖലയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളില്ലാത്തത്? മാധ്യമങ്ങളുടെ ഒരു മേഖലയിൽ വരുന്നതുകൊണ്ട് അത് കുറച്ചുകൂടി എന്താ പറയുക, അത് കുറച്ചുകൂടി പ്രത്യക്ഷമാണ് എന്ന് പറയാം. എല്ലാ മേഖലകളിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഇപ്പം സിനിമയുടെ മേഖലകളിൽ പഴയ ആളുകൾ പറയാറില്ലേ, ഇപ്പം ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല കഥകൾ ഉണ്ടായിരുന്നു, ഇതിവൃത്തം ഉണ്ടായിരുന്നു, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്നു. ഇപ്പം ഈ പറയുന്ന സിനിമയ്ക്കകത്ത് കഥ വേണ്ട, നായകൻ വേണ്ട, നായിക വേണ്ട, പാട്ട് വേണ്ട. ഈ വിമർശനം സിനിമയുടെ ലോകത്തുണ്ട്. ഇതിപ്പം ഒരു ഭരണരംഗത്ത് പോലുമുണ്ട്. ഇപ്പം ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയും. അന്നൊക്കെ അച്യുതമേനോൻ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആളല്ലേ, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണ സമയത്ത് നമ്മൾ എത്രയോ പറഞ്ഞു VSനെ പോലെ ആ ഒരു വലിയ രാഷ്ട്രീയം ഇന്നിപ്പോൾ തലമുറയ്ക്ക് അന്യമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ മേഖലകളിലും ആ രീതിയിലുള്ള വിമർശനമുണ്ട്. മാധ്യമ മേഖലയിൽ വളരെ ധാരാളമായിട്ടുമുണ്ട്. പക്ഷേ ഞാനതിനെ കാണുന്നത് നമ്മുടെ കാലത്തിലെല്ലാം നന്നായിരുന്നു, ഇനി വരുന്ന കാലത്ത് അതൊക്കെ മോശമായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്ത് തന്നെ ഉണ്ടല്ലോ. അച്ഛൻ പറയുമല്ലോ, ഇപ്പം എൻ്റെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ സംസാരിച്ചു തുടങ്ങാം. നമ്മൾ അച്ഛന്മാരാകുമ്പോൾ നമ്മളും നമ്മുടെ മക്കളോട് അതേ സ്വഭാവത്തിൽ പറയുന്നു. പക്ഷെ ഗൗരവകരമായിട്ട് ചില വിമർശനങ്ങൾ വരുന്നത് നമ്മൾ തിരസ്കരിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ കേട്ടിരുന്ന ആദ്യത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. ഞങ്ങൾ മൈക്കും കൊണ്ട് ഈ ആദ്യമായിട്ട് മാധ്യമങ്ങൾ ഈ ടെലിവിഷൻ വന്നിട്ട് മൈക്കും കൊണ്ട് ആളുകളെ കാണാൻ പോകുമ്പോഴത്തേക്കും പേര് വിളിക്കും രാഷ്ട്രീയ നേതാക്കളുടെ. VSA എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുക, പിണറായി എന്ന് വിളിച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുക. അന്ന് ഇവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് എന്ത് തോന്നിയാസാണ് ഈ പിള്ളേർ കാണിക്കുന്നതെന്നാണ്. ഇവരെ ഇത്രയും പ്രധാനപ്പെട്ട ആളുകളെ പേര് വിളിച്ച് ചോദിക്കാമോ എന്നുള്ള രീതിയിലാണ്, വളരെ മോശക്കാരായിട്ടാണ് നമ്മളെയൊക്കെ ചിത്രീകരിച്ചിരുന്നത്. പക്ഷേ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും പ്രധാനമന്ത്രിയെയോ പ്രസിഡന്റിനെയോ സാറിന് വിളിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടെയില്ല. മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിക്കും, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കും. നിങ്ങളെപ്പോലുള്ള ആളാണെന്നേ അയാൾ. നിങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ചിരിക്കുന്ന ഒരാൾ മാത്രമാണ് അയാൾ എന്നുള്ള ആ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി ഈക്വൽസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ലോകം മാറുമ്പം പഴയ ആളുകൾക്ക് ഇതൊന്നും ദഹിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ പറയുന്ന കുറേ ആളുകൾ ഇരുന്നിട്ട് ഇതല്ല ആദർശ മാധ്യമ പ്രവർത്തനം വേറെ ആയിരുന്നു എന്നൊക്കെ പറയാം. മാധ്യമ പ്രവർത്തനത്തിന് ഒരു നിർവചനവുമില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തനം ആയിരിക്കേണ്ടത് എന്നുള്ള ലിഖിതമായൊരു നിയമമോ നിർവചനമോ ഇല്ല. ഓരോ കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തനം ഓരോ രീതിയിലാണ്. അതത് കാലഘട്ടത്തിന് അനുയോജ്യമാം വിധം മാധ്യമപ്രവർത്തനം മാറ്റേണ്ടതുമുണ്ട്. മാറിയില്ലെങ്കിൽ ആ കാലഘട്ടത്തിന് അയോജ്യം ആകാത്ത ഏതൊരു കാര്യവും തിരസ്കരിക്കപ്പെടുന്ന പോലെ മാധ്യമങ്ങളും തിരസ്കരിക്കപ്പെടും. ആ ഒരു അവസ്ഥ ഉണ്ടാക്കണ്ട. അനുകൂലവും പ്രതികൂലമായ അഭിപ്രായങ്ങളുണ്ട്. പ്രതികൂലമായ അഭിപ്രായങ്ങളെ പ്രതിപക്ഷ ബഹുമാനത്തോട് കാണുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ആരും മോശക്കാരല്ല. ഞാൻ 1996 മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ജനിച്ച കുട്ടിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന 22, 23, 24 വയസ്സുള്ള ജേർണലിസ്റ്റുകളുണ്ട്. അവരാരും മോശക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. എന്നും മാത്രവുമല്ല കേട്ടോ, അവരെ എന്നെക്കാൾ കഴിവുള്ള ആളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എനിക്ക് എൻ്റെ അനുഭവങ്ങളുടെ ഒരു ശക്തിയുണ്ട്. ഞാൻ കടന്നുപോയ ചില എപ്പിസോഡുകൾ എനിക്ക് തന്നിട്ടുള്ള കരുത്തുണ്ട്. അതിൻ്റെയൊക്കെ ബലത്തിലാണ് ഞാൻ തുടരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ആളുകളുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, അവരുടെ കഴിവെന്ന് പറയുന്നത്, ചിലപ്പം ഈ പറയുന്നത് ഞാൻ 96 വരുമ്പോൾ എനിക്കെന്താ കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ അറിയാവോ? ഒന്നും അറിയില്ലെന്നേ. 96 ഞാൻ വന്ന രാഷ്ട്രീയ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് അറിയാവോ? അല്ലെങ്കിൽ എൻ്റെ കേരളത്തിലെ അല്ല സാമൂഹ്യ ചരിത്രം അറിയാവോ? അങ്ങനെയൊന്നുമില്ല. കുറച്ച് വായിച്ചിട്ടുണ്ട്, കുറച്ച് അറിവുകളുണ്ട്. പിന്നെ ഞാൻ ഈ പ്രവർത്തിച്ച് എൻ്റെ അനുഭവങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ്. എൻ്റെ പിന്നാലെ വരുന്ന ഈ കുട്ടികളുണ്ടല്ലോ, 24 വയസ്സ് 25 വയസ്സുള്ള കുട്ടികൾ, അവരും അതേപോലെ തന്നെ അനുഭവങ്ങളിലൂടെ ആർജിക്കും. എനിക്ക് ആ തലമുറയെക്കുറിച്ച് വലിയ മതിപ്പാണുള്ളത്. അവരുടെ കഴിവിനെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണുള്ളത്. പിന്നെ അവരെയൊക്കെ മോൾഡ് ചെയ്യാനായിട്ട് നിങ്ങളൊരു പണിയെടുക്കണം. നിങ്ങൾ ഈ പണിയെടുക്കാതെ ഈ പറയുന്ന മുഴുവൻ ആളുകളും മോശമാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് കഴിയുന്നത്രയും നിങ്ങൾ ഈ പുതിയ തലമുറയോട് കാര്യങ്ങൾ പറയൂ. എന്തൊരു മനോഹരമായിട്ടുള്ള റിസെപ്റ്റബിലിറ്റി ഉള്ള കുട്ടികളാണെന്നറിയാം. നിങ്ങളൊരു കാര്യം വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നന്നായിരിക്കും, വളരെ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യും. അവരതിനകത്ത് പരീക്ഷണങ്ങൾ നടത്തും. ആ രീതിയിലൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. എല്ലാ മേഖലയിലുമുള്ള പുഴുക്കുത്ത് മാധ്യമപ്രവർത്തന രംഗത്തുമുണ്ട്. അത് ഒരു വലിയ വിഷയമായിട്ട് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 30 വർഷത്തിലധികം കാലമായിട്ട് മാധ്യമപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഈ ഒരു മാധ്യമങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു തമാശയായിട്ട് പറയുന്നൊരു കാര്യം വെച്ചാൽ, വളരെ പെട്ടെന്ന് മരിക്കാൻ പോകുന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ബ്രേക്കിംഗ് ന്യൂസ് മലയാളത്തിലല്ലേ അടിക്കണ്ടേ? മലയാളം അച്ചടിക്കാൻ പറ്റുന്ന എത്ര കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനിപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഭാഷ തന്നെ പഠിക്കുന്നില്ലല്ലോ നമ്മൾ.
അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ തമാശയായിട്ട് പറയും, പക്ഷേ ഇറ്റ്സ് സീരിയസ്. പക്ഷേ ഈ തലമുറ വാർത്തകൾ അറിയാതെ ജീവിക്കുന്നൊരു തലമുറയാണോ ബാബു? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം വാർത്തകൾ അവരറിയുന്നൊക്കെയുണ്ട്. അവരറിയുന്ന വാർത്തകൾ അത് ഏത് മീഡിയ ഉപയോഗിച്ചാണ് എന്നുള്ള കാര്യത്തിനകത്ത് മാത്രമേ സംശയങ്ങളുള്ളൂ. ഒരുപാട് മേഖലകൾ വികസിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ട് വാർത്തകൾ അറിയാതെയും മനുഷ്യർക്ക് ജീവിക്കാം. പ്രശ്നങ്ങളില്ലെന്നേ ഈ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് യു ക്യാൻ ബി ഇഗ്നറൻ്റ് അബൌട്ട് പൊളിറ്റിക്സ്, യു ക്യാൻ ബി ഇഗ്നറൻ്റ് അബൌട്ട് ലിറ്ററേച്ചർ, അങ്ങനെയൊക്കെ പറ്റും. കാരണം നമുക്ക് വ്യാപരിക്കാൻ മറ്റു ഒരുപാട് മേഖലകൾ ഉള്ളപ്പോൾ വാർത്ത ഇങ്ങനെ മുഴുവൻ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ വാർത്ത തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഈ പണിയെടുക്കുന്നത്. വാർത്ത അറിയുക എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു കൗതുകവും രസവുമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തിൽ റേഡിയോയിലെ വാർത്തയാണ്. റേഡിയോയിലെ വാർത്ത കേൾക്കുക എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ്. അതിനകത്ത് ഏതോ ഒരു മനുഷ്യരിന്ന് പറയുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ മാറിയിട്ട് ഒരുപാട് സാധ്യതകൾ മനുഷ്യർക്ക് മുമ്പിൽ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാ വാർത്തകളും അറിയണ്ട. ഇപ്പം നിങ്ങളിപ്പം സ്പോർട്സിനകത്താണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട കേട്ടോ. സ്പോർട്സിൽ ഈ കുട്ടികൾക്കുള്ള ധാരണ എത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്നിപ്പം ലോകത്ത് എത്ര ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട്, അതിലൊക്കെ ആരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെയൊക്കെ ഒരു സ്കോർ നില എങ്ങനെയാണ്, അവരുടെയൊക്കെ പോയിന്റ് എങ്ങനെയാണ്, അവരുടെ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണെന്നുള്ളത് ടു സെഡ് പറയുന്ന എത്ര ആളുകളാണ് ഉള്ളത്. പക്ഷേ അവരോട് നിങ്ങൾ പോയിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ അവർ പറയണമെന്നില്ല. അതേപോലെ തന്നെ സയൻസിനെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, AI ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഡിഫറൻ്റായ മേഖലകളിൽ ആളുകൾക്ക് വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുകയും അത് വലിയ പോസിബിലിറ്റിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വാർത്തകൾ അറിയാത്തൊരു തലമുറ വികസിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ സോഷ്യൽ പൊളിറ്റിക്കൽ നോളജ് കുറയുന്നു എന്നുള്ളതാണ്. അത് മാത്രമേ കുറയുന്നുള്ളൂ. അതൊരു ആങ്സൈറ്റി തന്നെയാണ്. രാഷ്ട്രീയത്തിൽ അവർക്ക് അറിവ് കുറയുന്നുണ്ട്, സാമൂഹ്യ വിഷയങ്ങളിൽ അവർക്ക് അറിവ് കുറയുന്നുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സൊസൈറ്റി മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ആ ഇഗ്നോറൻസ് മാറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമ്മളും മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു അലാമിംഗ് ഫാക്ടറാണ് സോഷ്യോ പൊളിറ്റിക്കൽ നോളജ് സൊസൈറ്റിക്കകത്ത് കുറയുന്നത്, എസ്പെഷ്യലി എമംഗ് ന്യൂ ജനറേഷൻ എന്നുള്ളത്. അതിനകത്ത് രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നേ. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിലേക്ക് കൂടി നമ്മൾ മാറുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഹൗ വി ക്യാൻ ഓവർകം ഐ ഡോണ്ട് നോ. സത്യത്തിന് എനിക്കതിനകത്തൊരു മറുപടിയില്ല. ഒരുപാട് കാലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് താങ്കളെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ്, അത് കരയിച്ചിട്ടുള്ളതാകാം, അല്ലെങ്കിൽ വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് എന്താവും? ഈ നിഥാരി കൂട്ടക്കൊല പോലുള്ള സംഭവത്തിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണീന്ന് വെള്ളം വന്നിട്ടുണ്ട്. എനിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഞാനിപ്പോഴും ഈ കുട്ടികളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും വാർത്ത വായിക്കാതെ പരമാവധി സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഇത്തരത്തിലുള്ള ചില ദുഃഖങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ പിന്നെയും ഹോണ്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നതേ, മാധ്യമപ്രവർത്തകനല്ലായിരുന്നുവെങ്കിൽ, ഞാനങ്ങനെ ആയിരുന്നില്ല എങ്കിലേ ഈ ജീവിതം ഇത്ര അർത്ഥപൂർണമാകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നേയില്ല. ഞാൻ മറ്റൊന്നുമാകാൻ വിധിക്കപ്പെട്ടയാളല്ല. ഞാനൊരു മാധ്യമപ്രവർത്തകനാകാൻ വിധിക്കപ്പെട്ടയാളാണ്. ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ലെങ്കിലും ഐ ഡെസ്റ്റൈൻ ടു ബി എ ജേർണലിസ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എൻ്റെ ചോയ്സ് ആയിരുന്നില്ല മാധ്യമപ്രവർത്തനം. പക്ഷേ ഈ മേഖലയിൽ വന്നതിൽ എന്തൊരു സന്തോഷമാണെന്നറിയാൻ എനിക്കുള്ളത്. കാരണം ഞാൻ എത്രയോ യാത്ര ചെയ്തു, എത്രയോ ലോകങ്ങൾ കണ്ടു, എത്രയോ മനുഷ്യരെ കണ്ടു, എത്രയോ സാഹചര്യങ്ങളെ കണ്ടു. മാത്രവുമല്ല, എൻ്റെ മകളാണെങ്കിലും ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എൻ്റെ മകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്, എൻ്റെ വൈഫിനുണ്ടായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്, എൻ്റെ കുടുംബത്തിനകത്തുണ്ടായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്. അവരിതിനത്തെ കുറിച്ച് ആങ്ഷ്യസ് ആണ്. ചില കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ആ രീതിയിലൊരു വ്യക്തിപരമായും ജീവിതം കൊണ്ടും ഈ മനുഷ്യരുമായിട്ട് എന്നെ കണക്ട് ചെയ്തത് മാധ്യമപ്രവർത്തനം. ഇപ്പോൾ ഈ കേരളത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എത്രയോ മനുഷ്യരെ കാണുന്നു, അവരൊക്കെ എന്നോട് സംസാരിക്കുന്നു, ഞാൻ അവരോട് സംസാരിക്കുന്നു, അവർ പല കാര്യങ്ങളും എന്നോട് പറയുന്നു. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സമയത്ത് ഒരാവശ്യം വരുമ്പോൾ ഒരാൾ നമ്മുടെ ഫോണിൽ വിളിക്കുന്നു, നമ്മുടെ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചത് ഈ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ഒരു മേഖല കൊണ്ട് ആണ്, ആ മേഖലയിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കിയത് ഈ മാധ്യമപ്രവർത്തനമാണ്. അതെന്നൊരു ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു എന്താ പറയുക, വലിയ ഉന്നതിയിലെത്താൻ കഴിഞ്ഞ ഒരാളെന്നുള്ള എഡിറ്ററൊക്കെ ആയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഒരു ജേർണൽ, ഒരു സബ് എഡിറ്ററായിട്ട് തുടങ്ങി, ഒരു സാധാരണ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് തുടങ്ങി എഡിറ്റർ ആകാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല, എല്ലാവരും എഡിറ്റർ ആകുന്നില്ലല്ലോ. അതൊക്കെ പക്ഷേ എന്താ പറയുക, ഒരു ഗിഫ്റ്റ് പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളാണ്. അതൊക്കെ അപ്പുറത്ത് ഒരു റിപ്പോർട്ടറാകാൻ കഴിഞ്ഞു എന്നുള്ളത്, പിന്നെ ഒരു ഡെസ്ക് മാനാകാൻ കഴിഞ്ഞു എന്നുള്ളത്, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ കാര്യമാണ്. അത്
അതെത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ എല്ലാമാക്കിയത്, ഞാൻ ഈ ഭക്ഷണം കഴിച്ചത്, ഞാൻ നല്ല വസ്ത്രമിട്ടത്, നല്ല യാത്രകൾ ചെയ്തത് ഒക്കെ ഈ പറയുന്ന ഈ തൊഴിലുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ നന്ദിയുണ്ട് എനിക്ക്. വളരെ ദീർഘമായിട്ടുള്ളൊരു സംഭാഷണമാണ് ജീവിതത്തിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മൾ നടത്തിയത്. ഉണ്ണിച്ചേട്ടൻ്റെ ജീവിതത്തിലെയും കരിയറിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് മലയാളിയുടെ മാധ്യമ ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരം കൂടിയാണ്. അതുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ദീർഘമായിട്ട് സംസാരിക്കുന്നത്. ബാബു ഒരർത്ഥത്തിൽ കുറേ കാര്യങ്ങളിലേക്ക് എന്നെ നയിക്കുകയാണ് ചെയ്തത്. ഇത്ര ഓപ്പണപ്പായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമില്ല. പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു അഭിമുഖവും ഇതുവരെ ആർക്കും നൽകിയിട്ടില്ല. കാരണം അത്രയും അനുഭവമുണ്ടോ, അങ്ങനെയൊക്കെ രേഖപ്പെടുത്തേണ്ടതാണോ നമ്മുടെ ജീവിതം എന്നൊക്കെയുള്ള ആശങ്കയുള്ളതുകൊണ്ടാണ്. പക്ഷെ ബാബുവിൻ്റെ ഒരു അഭിമുഖ രീതിയൊക്കെ കണ്ടിട്ട് ചില കാര്യങ്ങൾ രസകരമായി സംസാരിക്കുന്നത് ആളുകൾക്ക് ഗുണകരമാകും എന്ന് ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാനതിന് തയ്യാറായത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു ഡീറ്റെയിൽഡായ ഒരു രേഖപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ ഒരു രേഖപ്പെടുത്തലാണ് ഈ അഭിമുഖം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു അഭിമുഖം നടത്തിയതിനും അതിനൊരു അവസരം കിട്ടിയതിനും എനിക്കും വലിയ സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.